പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ കോഴിക്കോടുള്ള പുല്ലൂരാമ്പാറയിലെ ജോർദാൻ ഭവനിലാണ് നമ്മൾ നിന്നിരുന്നത്. അവിടെ 2 പേരിൽ കർത്താവ് എങ്ങനെ പ്രവർത്തിച്ചു നമ്മൾ കണ്ടു. തുടർന്നും അവരുടെ ജീവിതത്തിലെ വിശ്വാസത്തെ കർത്താവ് ഉണർത്തിയപ്പോൾ എങ്ങനെയാണ് ദൈവം അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നതെന്നും ദൈവത്തിനായി ആരെങ്കിലും എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങിയാലും അവരെക്കാൾ മുന്നേ ദൈവം അതിന് മുന്നിലുണ്ട് എന്ന് കാണത്തക്ക രീതിയിൽ വിശ്വാസത്തെ ജ്വലിപ്പിക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും വിശ്വാസത്തോട് അനുസരണം കാണിക്കുവാനും വിശ്വാസത്തിൽ ജീവിക്കുവാനും ഈ എപ്പിസോഡ് നമുക്ക് ഏറെ സഹായകമാകും. നിത്യജീവൻ്റെ പാതയിലെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചയിലെ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടത് കൂടാതെ വളരെ ആഴത്തിലുള്ള വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ശ്രവിക്കുവാനും അനുഭവിക്കുവാനും ഇടയാകട്ടെ. കർത്താവിൻ്റെ വയലിൽ ധീരതയോടെ വേല ചെയ്യുന്ന 2 ജീവിതങ്ങളുടെ പങ്കുവെക്കലുകളാണ് നാം ദർശിച്ചു പോരുന്നത്. ഇത് കോഴിക്കോട് പുല്ലുരാമ്പാറയിലുള്ള ജോർദാൻ ഭവനത്തിലെ തങ്കച്ചൻ ചേട്ടനും ലൂസി ചേച്ചിയും. മാനസിക രോഗികളും മറ്റാലംബഹീനരുമായ അനേകർക്ക് ആശ്രയമാകുന്ന ഈ കൂടാരത്തിൽ ഇവർ മുഴുവൻ സമയം കർത്താവിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. കോഴിക്കോട് നഗരത്തിൽ ഉച്ചഭക്ഷണം നൽകുന്ന തെരുവ് ശുശ്രൂഷയും തിരുവമ്പാടിയിലെ സ്നേഹാലയം എന്ന അഗതി മന്ദിരത്തിലെ ശുശ്രൂഷകൾക്കും ഇവർ നേതൃത്വം നൽകുന്നു. ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ്റെ ദർശനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാഥൻ്റെ വയലിൽ ഇവർ സേവനം ചെയ്യുന്നു. നിത്യജീവൻ്റെ പാതയിലെ ഈ എപ്പിസോഡിലേക്ക് 2 പേരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കോഴിക്കോട് എത്തിയ കാര്യം പറഞ്ഞിരുന്നല്ലോ, ഒന്ന് തുടങ്ങാമോ? അവിടെ വെച്ച് കോഴിക്കോട് എത്തിയ കാര്യം പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം. കോഴിക്കോട് എത്തിയ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അന്ന് 26 മക്കളുണ്ട്. വൈകുന്നേരത്തേക്ക് അരിയില്ല. ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിനുള്ള അരി കഷ്ടിച്ചേ ഉള്ളൂ. വൈകുന്നേരത്തേക്ക് അരിയില്ല. എനിക്ക് പരിചയമുള്ള ആൾക്കാരില്ല. കൂടുതലും മുസ്ലിങ്ങളും ക്രൈസ്തവരുമാണ് താമസിക്കുന്നത്. ആരോട് ചോദിക്കുക എന്താണെന്നൊന്നും ഒരു പിടിയും കിട്ടാതിരിക്കുക. അപ്പോൾ 2ാമത്തെ നിലയിലാണ് പ്രാർത്ഥനാ മുറി. ഞാൻ പെട്ടെന്ന് 2ാമത്തെ മുറിയിലേക്ക് പോയി, പ്രാർത്ഥനാ മുറിയിലേക്ക് പോയി. അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. വാക്കുകൊണ്ടൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നുണ്ട്. കുറേ സമയം, ഒരു അരമണിക്കൂർ സമയത്തോളം ഞാനിങ്ങനെ ഇരുന്നു. എന്ത് ചെയ്യുമെന്നറിയില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നെ കെട്ടിയിട്ടിരുന്ന ഒരു ബന്ധനം പൊട്ടിപ്പോയതുപോലെ ഞാൻ ഫ്രീ ആയി. ഞാനിങ്ങനെ പറഞ്ഞു, അരി തന്നാൽ കഞ്ഞി കൊടുക്കും ഈശോ, അല്ലെങ്കിൽ കഞ്ഞി കൊടുക്കില്ലെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു. പിന്നെ ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ഒരു പശുവുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോയി. 4 മണിയായപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ നിങ്ങളിപ്പോഴും ഇവിടെ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു പെരുവയൽ എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു പെരുവയൽ പള്ളിയുടെ തൊട്ടുപുറകിലുണ്ട്. വഴി പറഞ്ഞു കൊടുത്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഒരാപ്പാവും പറ്റത്ത് വന്നു. ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ചേട്ടാ ഒരു ചക്ക അരിയുണ്ട്, ഇറക്കി വെക്കാൻ സഹായിക്കാമോ? അപ്പോൾ അങ്ങനെ ഞാനും കൂടി അരി എടുത്ത് റൂമിൽ കൊണ്ടുവച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഞെരുക്കങ്ങളുണ്ടാകുമ്പോൾ ദൈവത്തിൽ 100% ആശ്രയിക്കുക. ഇതിനു മുൻപ് കുറ്റിക്കലച്ചൻ തന്നിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു വന്നിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ സ്വന്തമായിട്ട് വന്നപ്പോൾ ഒരിടത്ത് ഒരു പിടിവള്ളി ഇല്ലാത്ത അവസ്ഥയിൽ നീ മനുഷ്യനെ അല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചു. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വലിയ അനുഭവമായിട്ട് ഇന്ന് നിലനിൽക്കുക. 3 വർഷം കഴിഞ്ഞപ്പോൾ വീട് മാറണമെന്ന് പറഞ്ഞു. 1 വർഷം ഞങ്ങൾ വീടന്വേഷിച്ചു. കേരളത്തിന് പുറത്തും വീടന്വേഷിച്ചു. ഒരിടത്തും കിട്ടിയില്ല. തരാമെന്ന് പറയും, തക്ക സമയം തരവില്ല. ഒരു മാസം മുമ്പൊക്കെ ആണ് തരാമെന്ന് പറഞ്ഞിരുന്ന വീടുകളൊക്കെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഹൗസ് ഓണർ ഞങ്ങളോട് പലപ്പോഴും ചോദിക്കും, ചാച്ചനെ തന്നെ വിളിക്കുന്നത്, ചാച്ച നിങ്ങൾ ഡിസംബർ 30 മാറുമോ? ബോണിച്ചാ ഡിസംബർ 30 എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ മാറിയിരിക്കും. എങ്ങോട്ട് മാറും? ഞങ്ങൾക്ക് വേറെ വീട് കിട്ടില്ലെങ്കിൽ പുറമ്പെങ്കിൽ പ്ലാസ്റ്റിക് ടാർപ്പായ വലിച്ച് കിട്ടി ഞങ്ങൾ ടെൻ്റ് അടിച്ചിട്ട് ആണെങ്കിൽ ഞങ്ങൾ മാറും. ഡിസംബർ 31 വീട്ടിലുണ്ടായിരിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു തീർത്തു. ഞാനിങ്ങനെ പറയാൻ കാരണം, എനിക്ക് 100% അറിയാം ഡിസംബർ 30 മാറാനൊരു വീട് കിട്ടിയിരിക്കും. കാരണം
കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ച മക്കളെ ഇനി ഒരിക്കലും തിരിച്ച് റോഡിലേക്ക് അയക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഡിസംബർ 24 വരെ വീട് കിട്ടുന്നില്ല. 25-ന് ക്രിസ്മസ്, അന്ന് തെരുവിലെ മക്കൾക്ക് സ്നേഹവിരുന്നൊക്കെ ഒരുക്കുന്നുണ്ട്. അന്ന് എങ്ങോട്ടും പോയില്ല. 26-ാം തീയതി എന്നോടൊരു സഹോദരൻ വിളിച്ച് പറഞ്ഞു, തിരുവമ്പാടിയിലൊരു വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടെന്ന് പറയുന്നത് കേട്ടു, നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരുവമ്പാടിയിൽ വന്നു. ഇദ്ദേഹം തിരുവമ്പാടിയിൽ വന്നപ്പോൾ ഹൗസ് ഓണർ അവിടെ ഇല്ല. വീട് കണ്ടു, തിരിച്ചു പോയി. വൈകുന്നേരം വിളിച്ചു. അപ്പോൾ 27-ാം തീയതി വരാൻ പറഞ്ഞു. 27-ാം തീയതി വന്നു. ഞങ്ങൾ കണ്ട വീട് ഇദ്ദേഹം കാണിച്ചു തരുന്നില്ല. കരിങ്കുറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ വീട് കൊണ്ട് കാണിച്ചു. എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു. വാടക കൂടുതൽ, ഡിപ്പോസിറ്റ് കൂടുതൽ, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പുല്ലൂരാമ്പാറ ഒരു വീടുണ്ട്, ചെറുതാണ്, പോയി നോക്കാൻ പറഞ്ഞ് അങ്ങനെ നോക്കി. അങ്ങനെ 27-ാം തീയതി പുല്ലൂരാമ്പാറ വന്ന് വീട് കണ്ടു, ഇഷ്ടപ്പെട്ടു. 28-ാം തീയതി എഗ്രിമെൻറ്റിന് ഇറങ്ങുമ്പോഴത്തെ സംഭവം, വീട് മാറണമെന്ന് പറഞ്ഞപ്പോൾ ആലപ്പുഴക്കാരൻ ഒരു ലാലു എന്ന് പറഞ്ഞൊരു സഹോദരൻ എനിക്കൊരു 10,000 രൂപ തന്നു. വീട് മാറുമ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ഈ 10,000 രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഈ വീടിനാണെങ്കിൽ 25,000 രൂപ അഡ്വാൻസ് കൊടുക്കണം. പക്ഷേ ഞങ്ങൾ 28-ാം തീയതി അഡ്വാൻസ് കൊടുക്കാൻ ഈ എഗ്രിമെൻ്റ് എഴുതാനായിട്ട് ഈ 10,000 രൂപ എടുത്ത് കയ്യിൽ വെച്ച് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ പാലാവായിൽ നിന്നൊരു സഹോദരി എന്നെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു, തങ്കച്ചാച്ച ഇന്നല്ലേ എഗ്രിമെൻറ്റ്? ഞാൻ പറഞ്ഞത് പൈസയൊക്കെ ആയോ? ഞാൻ പറഞ്ഞു ഡേയ്സി 10,000 രൂപ ആയിട്ടുണ്ട്, ഇനി 15,000 രൂപ കൂടെ ആവണം. പിന്നെ നിങ്ങൾ പോയാൽ എങ്ങനെ ആവും? ഞാൻ പറഞ്ഞു ഞങ്ങൾ തിരുവമ്പാടി ചെല്ലുന്നതിനും ബീശോ തന്നിരിക്കും, ഞങ്ങൾ പുറപ്പെടുക. ഉടനെ ഈ സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, തങ്കച്ചാച്ചൻ്റെ അക്കൗണ്ട് നമ്പർ തരാമോ? നമ്മുടെ എനിക്ക് അക്കൗണ്ട് ഇല്ല, സത്യമായിട്ട് അക്കൗണ്ട് ഇല്ലായിരുന്നു. എന്നാൽ ആരുടെയെങ്കിലും ഒരു അക്കൗണ്ട് നമ്പർ തരാം. അപ്പം മോളുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു. മോളുടെ അക്കൗണ്ടിലേക്ക് ഈ സഹോദരി കഴുത്തിൽ കിടന്ന മാല ഊരി പണയം വെച്ചിട്ട് 15,000 രൂപ അവളുടെ അക്കൗണ്ടിൽ അടച്ചു. എൻ്റെ ഇളയ മോൻ്റെ കയ്യിൽ മകളുടെ ATM കാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫെഡറൽ ബാങ്കിൻ്റെ ATMിൽ നിന്ന് പൈസ എടുത്ത് 25,000 രൂപ കൊണ്ട് ഞങ്ങൾ വരികയാണ്. അപ്പോൾ 25,000 കൃത്യമേ ഉള്ളൂ. അഗസ്ത്യാമ്പുഴയ്ക്ക് തൊട്ടപ്പുറത്ത് വന്നപ്പോൾ താമരശ്ശേരി എന്നൊരാളെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അതേ ചേട്ടാ ഇന്നല്ലേ എഗ്രിമെൻറ്റ്? ഞാൻ പറഞ്ഞു അതെ. പൈസയൊക്കെ ആയോ? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തി? അഗസ്ത്യാമ്പുഴ എത്താറായി. എത്ര രൂപയുണ്ട്? ഞാൻ പറഞ്ഞു 25,000. അത് അഗസ്ത്യാമ്പുഴയിൽ നിന്ന് നേരെ താമരശ്ശേരിക്ക് വരുവാണെങ്കിൽ ഞാനൊരു പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഞങ്ങൾ താമരശ്ശേരി പോയി. താമരശ്ശേരി ചെന്നപ്പോൾ അദ്ദേഹം ഒരു 5,000 രൂപ കൂടെ തന്നു ATMിൽ നിന്ന്. അങ്ങനെ 30,000 രൂപ ഇങ്ങോട്ട് പറഞ്ഞ കൃത്യസമയത്ത് 3 മണിക്ക് തിരുവമ്പാടിയിലെത്തി. 28-ാം തീയതി എഗ്രിമെൻറ്റ് കഴിഞ്ഞു. 29-ാം തീയതി ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്, 2009 ഡിസംബർ 29 ഹർത്താലായിരുന്നു. ആരോടും ഒന്നും പറയാനോ പോകാനോ പറ്റിയില്ല. 30-ാം തീയതി കൃത്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങി പുറപ്പെടുക, വിശ്വാസത്തിൻ്റെ തികവിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ, കർത്താവിൽ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടാൽ ഒരിക്കലും പരാജയപ്പെടത്തില്ലെന്ന്. ഇങ്ങനെ നിരവധി അനുഭവങ്ങൾ. തീർച്ചയായിട്ടും സഹോദരിക്കും പറയാനുണ്ടാകുമല്ലോ ഇതുപോലുള്ള ഇതിന് സമാനമായ എന്തെങ്കിലും അനുഭവങ്ങൾ? കോഴിക്കോട് പെരുവയിലായിരുന്ന സമയത്ത് ഈ വീടന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, വീട് കിട്ടുന്നതിന് മുമ്പ് തന്നെ അന്ന് ലാറ്റിനിലെ വൈദികനായിരുന്ന ഞങ്ങളുടെ ലാറ്റിനായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന പള്ളി. ആ പള്ളിയിലെ അച്ഛനോട് ഒരു കൃതജ്ഞതാ ബലി അർപ്പിക്കണമെന്നും പറഞ്ഞ് പൈസ എടുത്ത് കൊടുത്തപ്പോൾ 26-ാം തീയതി എവിടെയാണ് വീടെന്ന് ചോദിച്ചു. അറിയില്ലെന്ന് പറഞ്ഞു. കൃതജ്ഞത ബലി അർപ്പിക്കാനാണ് പൈസ കൊടുക്കുന്നത്. അച്ഛൻ്റെ 2 കണ്ണും നിറഞ്ഞു. പിറ്റേ ദിവസമാണ് ഈശോ പുല്ലൂരാമ്പാറയിലേക്ക് വീട് തന്നതും. അങ്ങനെ അതിലുപരി അവിടുന്ന് പുല്ലൂരാമ്പാറ എത്തിയപ്പോൾ ഏറ്റവും മനോഹരമായൊരു വീട്, 2 നില കെട്ടിടം, ഒരു ഓമിനി വണ്ടിയുണ്ട്, അതടക്കമാണ് ഞങ്ങൾ വരുന്നത്. പല മനുഷ്യന്മാർക്കും അങ്ങോട്ട് കയറി വരാൻ പേടിയായിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും വലിയ വീടെടുത്തു. കുറേ പേരെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ലല്ലോ. വണ്ടിയൊക്കെ ഉണ്ട്. അവർ ദിവസവും വണ്ടിക്ക് പള്ളിയിൽ പോകുന്നു. രണ്ടും കൽപ്പിച്ച് പിറ്റേ ഞായറാഴ്ച ഒരു കുറച്ച് സഹോദരങ്ങളോടെ കയറി വന്ന് കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇതെന്താണെന്ന്. അന്നു മുതൽ പുല്ലൂരാമ്പാറയിലെ സഹോദരങ്ങൾ എല്ലാവരും ഈ ജോർദാൻ ഭവനത്തോടൊപ്പമുണ്ട്. അതിലുപരി പുല്ലൂരാമ്പാറ വന്ന് കയറുമ്പോൾ ഒരു സഹോദരൻ 2,000 രൂപ എടുത്തു തന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇതിനുള്ള അരി വാങ്ങിക്കുമെന്ന്. 5 വർഷം ഈ 30-ാം തീയതി പൂർത്തിയാകുന്ന ഈ സമയത്ത് പറയാൻ പറ്റും, ആ അരി ഇന്നും തീർന്നിട്ടില്ല. നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കിൻഡല് കണക്കിന് അരി പുറത്തുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. അത്രമാത്രം
പിന്നീട് പുല്ലൂരാമ്പാറ വന്നിട്ടാണേലും ഇത് 4 വീട് വാടക വീട് മാറി മാറി താമസിച്ചാണ് സ്വന്തമായ ഭവനത്തിലേക്ക് എത്തിയത്. ഈ 4 വീട് മാറി മാറി താമസിക്കുമ്പോഴൊക്കെ ചില സമയങ്ങളിൽ ഈശോയോട് വാവിട്ട് കരഞ്ഞിട്ടുണ്ട്. ഈ മക്കളെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു. വീട് കിട്ടാത്ത അവസ്ഥ, ഇത്രയും മക്കളെയും കൊണ്ട് താമസിക്കാനുള്ള വീട് കിട്ടാത്ത ഒരവസ്ഥയുണ്ടല്ലോ. ആ അവസരത്തിലൊക്കെ വാവിട്ട് കരഞ്ഞ സമയത്ത് കർത്താവ് കൃത്യമായിട്ട് ഉത്തരം തന്നിട്ടുണ്ട്. ഞങ്ങൾ 3ാമത്തെ വീട്ടിൽ നിന്ന് മാറാൻ ഒത്തിരി ബുദ്ധിമുട്ടി, വീടുകൾ കിട്ടിയില്ല. അന്നൊരു ദിവസം ഞാനിങ്ങനെ ഈശോയുടെ മുൻപിൽ ഇരുന്ന് ചോദിച്ചു, ഈശോയെ ഞാനാണോ ഇവരെല്ലാം പ്രസവിച്ചത്? ഞാനല്ല, നീ ഏൽപ്പിച്ച മക്കളല്ലേ ഇവർ, എന്തുകൊണ്ട് നീ ഈ മക്കൾക്ക് ഭവനം തരുന്നില്ല? വയ്യ കർത്താവേ, ഇത് ആവില്ല, നീ ഇങ്ങനെ ഞങ്ങളെ വേദനിപ്പിച്ചാവില്ല എന്ന് തന്നെ ഈശോയോട് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഒരു സഹോദരൻ വിളിച്ചിട്ട് വാടക പോലും ഇല്ലാതെ 11 മാസം താമസിക്കാൻ വീട് തന്നു. കർത്താവ് അത്രമാത്രം വലിയ സംരക്ഷണത്തോടെ കൊണ്ടുപോകുന്നു. ഇവിടെ നമ്മൾ ഇപ്പോൾ തിരുവമ്പാടിയിൽ പുരുഷന്മാരുടെ സ്ഥാപനമുണ്ട്. അവിടെ മാനസിക രോഗികളല്ല എങ്കിൽ പോലും ശരീരമാകെ ഒരു തേങ്ങയുടെ വലിപ്പമുള്ള മുഴ, വലിയ മുഴകളായിട്ട് ഇവനെ വീട്ടുകാർ ഉപേക്ഷിച്ച. കാലിൻ്റെ മുട്ടിന് താഴെ എനിക്ക് തോന്നുന്നത് ഏതാണ്ടൊരു 10 കിലോ വെയിറ്റ് വരുന്ന അത്ര ഒരു സഞ്ചിക്കകത്ത് കെട്ടി തൂക്കി പോലെ വെള്ളം ഉണ്ടായിരുന്നു. ഇത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് കാലിലെ ഇത് ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു. ശരീരത്തേത് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മുഴയുടെ വലിപ്പം കുറഞ്ഞെങ്കിലും ഒരു മെച്ചിങ്ങാട് വലിപ്പമൊക്കെ ഉള്ള മുഴകളായിരുന്നു ശരീരം മുഴുക്കെ. ഹല്ലേലൂയ ജോയിച്ചേട്ടൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ച് എന്നെ ഏൽപ്പിക്കുന്നു. ഞാനിവിടെ കൊണ്ടുവന്നു. ഇദ്ദേഹം പിന്നെ ഈ ഓപ്പറേഷനൊക്കെ സുഖമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്കെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ പോവുക. ഇനി കോഴിക്കോട് പോയിട്ട് ജോലി എന്തെങ്കിലും കിട്ടുമോയെന്ന് അന്വേഷിക്കുക. അങ്ങനെ വണ്ടിക്കൂലിയും കൊടുത്ത് കോഴിക്കോട് വിട്ടു. ജോലി കിട്ടിയെങ്കിൽ ഒന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് പോവുക, ഇല്ലെങ്കിൽ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകരുത്, ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു വിട്ടാൽ. വൈകുന്നേരം തിരിച്ചു വന്ന് ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ജോലി കിട്ടി, ഞാൻ പോവുകയാണ്. കോഴിക്കോട് ഹോട്ടലിൽ ജോലി കിട്ടിയെന്ന് പറഞ്ഞ് പോയി. അങ്ങനെ ഇദ്ദേഹത്തെ നമ്മൾ പറഞ്ഞു വിട്ടു. 2 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ചെയ്തൊരു കാര്യം, അന്ന് അവിടെ ഉണ്ടായിരുന്ന ഇദ്ദേഹം തിരിച്ചു വരുമ്പോഴുണ്ടായിരുന്ന 12 പേർക്കും ഉച്ചയ്ക്കും വൈകുന്നേരവും നെയ്ച്ചോറും കോഴിയും ഇദ്ദേഹത്തിൻ്റെ ചിലവിൽ അരിയും സാധനമൊക്കെ മേടിച്ച് ഇദ്ദേഹം തന്നെ വെച്ച് വിളമ്പി എല്ലാവർക്കും കൊടുത്ത് സംതൃപ്തനായി. അദ്ദേഹം തൃപ്തിയായി, ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് സംതൃപ്തിയായി. അങ്ങനെ ജീവിതത്തിലൊരു വലിയ അനുഭവം. ഇത്രയും ഈ 17-18 വർഷത്തെ ശുശ്രൂഷയ്ക്കിടെ അങ്ങനെ തിരിച്ചു വന്ന ഒരു വ്യക്തി മാത്രം, ഒരു കർത്താവ് പറഞ്ഞ പോലെ വിജാതീയനായ ഒരു മനുഷ്യൻ തിരിച്ചു വന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നിട്ട് ഇദ്ദേഹം ഇവിടുന്ന് കോഴിക്കോട് നിന്ന് വീണ്ടും, അപ്പോൾ ഞാൻ ഈ കാര്യം ജോയിച്ചേട്ടനോട് പറഞ്ഞു. ജോയിച്ചേട്ടൻ മുരുകനെ തിരിച്ചു വിളിച്ചു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ബാക്കി ശരീരത്തുണ്ടായിരുന്ന മുഴകളിൽ ഓപ്പറേഷൻ ചെയ്ത് നീക്കി ഇദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോയി, തമിഴ്നാട്ടിലേക്ക്. ഇതുപോലെ വളരെ വിഷമം തോന്നിയിട്ടുള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? വലിയ വിഷമം തോന്നിയ ഒരു സാഹചര്യം പുല്ലൂരാമ്പാറ വന്നതിന് ശേഷം 3ാമത്തെ വീട് മാറുന്ന സമയമായപ്പോൾ. മാറാനുള്ള കാരണം, ആ വീട് അന്ന് ഞങ്ങൾക്ക് വാടകയ്ക്ക് തന്ന അതിൻ്റെ ഓണർ വിറ്റു. വാങ്ങിയ ആൾ പറയുന്നു, ഞങ്ങൾ മാറിയാലേ പൈസ കൊടുക്കത്തുള്ളൂ. ഒരു 4 ലക്ഷം രൂപ ഞങ്ങൾ മാറാത്തതുകൊണ്ട് പിടിച്ചു വെച്ചിരിക്കുക. ഒരു മുസ്ലിമിൻ്റെ ആയിരുന്നു വീട്. വാങ്ങിയ ആളൊരു ക്രൈസ്തവനാണ്. ഏതായാലും ഞങ്ങൾ ഒത്തിരി വീട് അന്വേഷിച്ച് ഒരിടത്തും കിട്ടിയില്ല. ഒരാളെന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പള്ളിമുറി ഒഴിഞ്ഞ് കിടപ്പുണ്ട്, ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് അവരൊക്കെ ഇവിടെ നമ്മളുടെ വരുന്നതാണ്, കാണുന്നതാണ്. അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു, ഞാൻ ചെന്നു. എനിക്ക് അന്ന് വീട് മാറേണ്ടതാണ്. ഞാൻ ലാസ്റ്റ് പറഞ്ഞൊരു വാക്ക്, ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം മാറിക്കോളാം. ഞങ്ങൾ പുതിയ ഒരു വീട്ടിൽ ചെന്നാൽ ഈസ്റ്ററിൻ്റെ കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഞങ്ങൾ ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം മാറിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോകുന്നത്. കൈക്കാരന്മാരും കമ്മിറ്റിക്കാരടക്കം ഞങ്ങൾ അച്ഛൻ്റെ മുറിയിൽ ചെന്നു. അച്ഛനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം എന്നോട് പറഞ്ഞു, പൊതുവെ അച്ഛനിങ്ങനെ പറഞ്ഞത്, നമ്മുടെ ഇടവകക്കാർ 2-3 പേര് ചോദിച്ചിട്ടുണ്ടല്ലോ, അവർക്കല്ലേ മുൻഗണന കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി അതൊരു ന്യായമാണ്. പെട്ടെന്ന് എൻ്റെ കണ്ണിലുണ്ടെന്ന് പറഞ്ഞു, കണ്ണുനീര് അച്ഛൻ്റെ മുറിയിൽ വീഴും എന്നുള്ള ഘട്ടമായപ്പോൾ ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി. ഞാൻ നേരെ നമ്മുടെ വണ്ടി കിടന്നിടത്തേക്ക് പോകുന്നു. ബാക്കി എല്ലാവരും എൻ്റെ കൂടെ പോകുന്നു. എൻ്റെ കൂട്ടത്തിൽ ഇവിടുന്ന് പുല്ലൂരാമ്പാറയിൽ നിന്ന് വന്നൊരു ഹൈന്ദവ സഹോദരൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി കയറി. മറ്റേ വീട് ചോദിച്ച മനുഷ്യൻ എന്നോട് പറഞ്ഞു, ചേട്ടാ സാരമില്ലെന്നേ. ഞാൻ പറഞ്ഞു, എനിക്ക് സാരമൊന്നും തോന്നിയില്ല, ഇതൊക്കെ സാധാരണയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, ഈശോ ഈ മക്കളെ വഴിയിൽ ഇറക്കി വിടത്തില്ല, അതെനിക്ക് 100% ഉറപ്പുണ്ട്.
അങ്ങനെ ഞങ്ങളൊന്നും മിണ്ടുന്നില്ല. ഞാനും എൻ്റെ കൂടെ പോയ സഹോദരൻ കൂടെ തിരിച്ചു പോയിരുന്നു. പുല്ലൂരാമ്പാറ എത്താറായപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നമ്മൾ ഇന്ന് വീട് മാറുന്നു. എങ്ങോട്ട്? ഞാൻ പറഞ്ഞു, നമ്മുടെ തൊഴുത്തിലേക്ക്. അപ്പം നമുക്ക് പശുവുണ്ട്. ആ പശുവിനെ കെട്ടുന്നതിൻ്റെ തൊഴുത്തിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു വീടുണ്ട്. ഇത്രയേ ഉള്ളൂ. അതിനകത്താണ് നമ്മുടെ വീട്ടു സാധനങ്ങൾ, താഴത്തെ വീട്ടിലിടാൻ പറ്റാത്ത കട്ടിലുകൾ, ഡ്രസ്സ്, അരി സാധനമൊക്കെ അതിനകത്ത് സ്റ്റോക്ക് ചെയ്യുന്നത്. അതിന് വേണ്ടി എടുത്താൽ വന്ന ഉടനെ തന്നെ അതിനകത്തുണ്ടായിരുന്ന അരിയും സാധനവും കട്ടിലും കസേരയും എല്ലാം വലിച്ച് പുറത്ത് പറമ്പിക്കൂടെയൊക്കെ ഇട്ടു. നമ്മുടെ മക്കൾ കിടന്നുകൊണ്ടിരുന്ന കട്ടിലൊക്കെ വലിച്ച് പുറത്തിട്ടു. മക്കളെ എല്ലാം കൊണ്ടുവന്ന് മൂളത്തെ വീട്ടിൽ ഒറ്റ മുറിക്കകത്താക്കി. അപ്പോൾ ഈ മുസ്ലിം സഹോദരൻ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, എന്താ ചേട്ടാ വീട് മാറിയോ? ഞങ്ങൾ വീട് മാറിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. 3:45 ഇദ്ദേഹം ചോദിച്ചു, ഞങ്ങൾ വരാറായോ? വീട് മാറിയോ? ഞാൻ പറഞ്ഞു, മാറി എല്ലാ സാധനങ്ങളും മാറ്റി, മക്കളെ മാറ്റി. വലിയൊരു അലമാര മാത്രം മാറ്റിയില്ല. അയ്യോ, അതും കൂടെ മാറ്റണം, അതാ വിടുന്ന വീട് മാറിയില്ലെന്ന് പറഞ്ഞു. അവൻ പൈസ തരില്ല, അതുകൊണ്ട് അതും കൂടെ മാറ്റണം എന്ന് പറഞ്ഞു. ഉടനെ 2-3 പേരെ കൂടെ വിളിച്ച് അലമാര എടുത്ത് അയലോക്കത്തെ വീട്ടിൽ കൊണ്ടുവച്ച് അവരുടെ കാർ പോർച്ചിൽ വെച്ചോളാൻ പറഞ്ഞ് അവിടെ വെച്ചു. നമ്മളൊടുത്ത് സഹകരിക്കുന്നൊരു കുടുംബം. അങ്ങനെ 4 മണിയായപ്പോൾ ഈ മുസ്ലിം സഹോദരൻ വന്നു. വീട്ടിൽ കയറിയില്ല, വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് ചോദിച്ചു, എങ്ങോട്ട് മാറി നിങ്ങൾ? ഞാൻ പറഞ്ഞു, ദേ ആ കാണുന്ന വീട്ടിലേക്ക്. അപ്പോൾ മുസ്ലിം ഇങ്ങനെ നോക്കി. എന്നിട്ട് ഇദ്ദേഹം ചോദിച്ചു, അവിടെ ഇത്രയും പേർക്ക് നിൽക്കാൻ സ്ഥലമുണ്ടോ? ഞാൻ പറഞ്ഞു, നിൽക്കാനുള്ള സ്ഥലമുണ്ട് കാക്ക, ഇരിക്കാനും കിടക്കാനും സ്ഥലമില്ല. നിൽക്കാനുള്ള സ്ഥലമുണ്ട്. വെള്ളം? ഞാൻ പറഞ്ഞു, വെള്ളം ഞങ്ങൾ ഇവിടുന്ന് തലയിൽ ചുമന്നു കൊണ്ടുപോകും. കക്കൂസ് കുളിമുറിയൊക്കെ? ഞാൻ പറഞ്ഞു, കാക്ക ഞങ്ങൾ റോഡിൽ കിടന്ന് ശീലിച്ചവർ. ആകാശപ്പുറവെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞില്ല. ഞങ്ങൾ റോഡിൽ കുപ്പക്കുഴിയിലൊക്കെ കിടന്ന് ശീലിച്ചവരാണ് ഞങ്ങൾക്ക് കക്കൂസും കുളിമുറിയൊന്നൊരു പ്രശ്നമല്ല. പിന്നെ എഴുന്നേറ്റ് പോകാൻ പറ്റാത്ത അമ്മച്ചിമാർക്കൊക്കെ ഞാൻ കസേര വിട്ടിട്ട് അതിനകത്ത് 2 ബക്കറ്റ് വെച്ച് കൊടുത്ത് അവർ കാര്യം സാധിച്ചോളും. ഞാനെടുത്തുകൊണ്ട് താഴെ ഒരു പൊട്ടക്കിണർ കിടപ്പുണ്ട്, അതിനകത്ത് കളയും. ഈ സഹോദരൻ ഇങ്ങനെ എന്തോ ഷോക്കേറ്റ് പോയാലോ കുറച്ച് നേരം നിന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ പോയാളില്ലെങ്കിൽ വിളിക്ക്. ഞാൻ ചോദിച്ചു, എന്തിനാ? ഇങ്ങോട്ട് വിളിക്ക്. ഞാൻ പറഞ്ഞു, വേണ്ടാക്കാം. അവിടെ നോട്ടെ, നിങ്ങളുടെ 4 ലക്ഷം രൂപ തടഞ്ഞു വെച്ചിരിക്കുന്നത്. എൻ്റെ 4 ലക്ഷം പോയാൽ പോട്ടെ, നിങ്ങളെ മക്കളെല്ലാം ഇങ്ങോട്ട്, ആ കൂട്ടരെല്ലാം ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇവിടെ താമസിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്കൊരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും വീട് കിട്ടും. അത് നിങ്ങൾ വീട് കിട്ടിയിട്ടേ ഇനി പോകുന്നുള്ളൂ. ഞാനല്ലേ പറഞ്ഞു ഇവിടെ താമസിക്കാൻ. അങ്ങനെ ഈ കാക്ക അവിടെ നിന്നുകൊണ്ട് ഈ മക്കളെല്ലാം വിളിച്ച് പറമ്പിൽ കൂടെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ കട്ടിലുകളൊക്കെ എടുത്തിട്ട് എല്ലാവരും അതാത് സീറ്റിൽ കിടത്തിയതിന് ശേഷമാണ് ഈ കാക്ക അതിൻ്റെ താക്കോലും മേടിച്ചിട്ട് പോകുന്നത്. 30 ദിവസം വീണ്ടും താമസിച്ചു അവിടെ. സത്യത്തിൽ ഒരു മുസ്ലിം സഹോദരനിൽ ഈശോയെ കണ്ടു. കർത്താവ് അദ്ദേഹം ആ സഹോദരങ്ങളിൽ എങ്ങനെ ദൈവത്തെ കണ്ടെന്നുള്ളതാണ് അല്ലേ ഭയങ്കരമായ അനുഭവം. ഓക്കെ, ഒരിക്കലും എത്ര മരിച്ചാലും മറക്കാൻ പറ്റില്ല. പക്ഷെ അന്നും ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഈശോയെ മക്കളെ വഴിയിലൊക്കെ വിട്ടില്ല. കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരുത്തനും ഭഗ്നാശനാകേണ്ടി വരത്തില്ല അല്ലേ ഒരിക്കലും. അതിനുശേഷം ഇവിടെ വീടിൻ്റെ പണി തുടങ്ങി. 5 രൂപ പോലും കയ്യിലില്ല. 5 രൂപ കയ്യിലില്ലാതെ വീടിൻ്റെ പണി തുടങ്ങുന്നത്. സ്ഥലം ഒരാൾ 10 സെൻറ്റ് ദാനമായിട്ട് തന്നു. തൊട്ട് താഴത്ത് ഈ പറമ്പിലുണ്ട് മസൻ മുഖാല സണ്ണി എന്ന് പറയുന്ന ആൾ 10 സെൻറ്റ് ദാനമായിട്ട് തന്നു. അതിൻ്റെ കൂടെ 10 സെൻറ്റ് വിലയ്ക്കും തന്നു. കോൺട്രാക്ട് എടുത്ത ആൾ കരാർ വെക്കണ്ടേ, എഗ്രിമെൻറ്റ് വേണ്ടേ? ഞാൻ പറഞ്ഞ എഗ്രിമെൻറ്റ് വേണേൽ വെച്ചോണം, എനിക്ക് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഈ കോൺട്രാക്ടറെ കൂട്ടിക്കൊണ്ടുവന്ന ആൾ പറഞ്ഞ് എഗ്രിമെൻ്റ് ഒന്നും വേണ്ട, അന്നന്ന് പണി പൈസ തരും, അഡ്വാൻസ് ഒന്നും തരില്ല, പണിയെടുക്കുന്ന പൈസ അന്നന്ന് തരും, നിങ്ങൾ തുടങ്ങാൻ പറയാം. അങ്ങനെ തുടങ്ങി. എല്ലാം ഫില്ലറൊക്കെ കഴിഞ്ഞ് ബീമിൻ്റെ പണിയായി. സിമെൻ്റ് എടുക്കാൻ പൈസയില്ല. 10 ചാക്ക് സിമെൻ്റ് ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ചൊവ്വാഴ്ച വൈകുന്നേരം ഇവരെന്നോട് പറഞ്ഞത്, അങ്ങനെ ചേട്ടാ നാളെ ബുധനാഴ്ച ബീമിൻ്റെ പണി തുടങ്ങേണ്ടതാണ്, സിമെൻറ്റിൽ അതെങ്ങനെ തുടങ്ങും? ഞാൻ പറഞ്ഞു 10 ചാക്ക് സിമെൻ്റ് ഇല്ലേ, അത് തീരുമ്പോഴത്തേക്ക് സിമെൻറ്റ് തരുമായിരുന്നെങ്കിൽ നിങ്ങൾ തുടങ്ങുക. അങ്ങനെ ധൈര്യപ്പെടുത്തി അവർ തുടങ്ങാൻ തീരുമാനിച്ചു. അന്ന് ബുധനാഴ്ച ഞാൻ ഓർക്കുന്നുണ്ട് കൃത്യമായിട്ടും ബദാനിയയിലാണ് കുർബാനയ്ക്ക് പോയി. കുർബാനയുടെ സമയത്ത് ഇങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോയെ 10 ചാക്ക് സിമെൻറ്റേ ഉള്ളൂ, അത് തീരുമ്പോൾ അവർ ഇട്ടേച്ച് പോകും, ബാക്കി ആര് തരും എനിക്ക് അറിഞ്ഞുകൂടെ, ഇവിടെ അത്രേ പരിചയമുള്ളൂ. ആരോട് വിളിച്ചാൽ 40 ചാക്ക് സിമെൻറ്റ് ചോദിക്കുക, 50 ചാക്ക് സിമെൻറ്റ് വേണം മൊത്തത്തിൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ സങ്കടം വരുമ്പം പെട്ടെന്ന് കരയും ഞാൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞു പോന്നു. വീട്ടിൽ വന്നു, ഒരു ചായയും കുടിച്ച് പെട്ടെന്ന് അങ്ങാടിയിൽ വന്നൊരു ആപ്പ കൂട്ടി സിമെൻറ്റ് എടുക്കാൻ വേണ്ടി ചെല്ലുക. സിമെൻറ്റ് കടയുടെ വാതിൽക്ക് ചെന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, തങ്ങഞ്ചേട്ടാ ഇപ്പോൾ ഒരാളൊരു 40 ചാക്ക് സിമെൻറ്റിന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ആകാശപ്പുറവൾക്ക് 40 ചാക്ക് സിമെൻറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ വണ്ടി പോരല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതെ
50 ചാക്ക് സിമെൻറ്റുണ്ട്, ഞാൻ വേറെ വണ്ടി കൂട്ടിക്കോട്ടെ. അത് ഞാൻ പോയി കൂട്ടാന്ന് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് ആപ്പക്കാരൻ തിരിച്ച് വന്നിട്ട് 2 പിക്കപ്പ് പറഞ്ഞു വിട്ടു. അങ്ങനെ 50 ചാക്ക് സിമെൻറ്റ് രാവിലെ ഇവിടെ കൊണ്ടു നട്ടു. ആരാണ് തന്നതെന്ന് ഒരു 2-3 മാസം കഴിഞ്ഞ് അറിയുമ്പോൾ. അപ്പോൾ അങ്ങനെ ആ പണി തുടർന്നു പോയി. ഒരു ദിവസം വൈകുന്നേരം നാളത്തേക്ക് മിറ്റിലില്ല. കോറിക്കാരോട് മിറ്റിലിൻ്റെ കാര്യം പറഞ്ഞാൽ മിറ്റിൽ കൊണ്ടിറക്കുമ്പോൾ പൈസ കൊടുക്കണം. എൻ്റെ അടുത്ത് പൈസയില്ല. ഞാൻ പറഞ്ഞു നിങ്ങളേതായാലും രാവിലെ വാ, രാവിലത്തേക്ക് മിറ്റിലെത്തിക്കാം. രാവിലെ ഞാൻ വരുമ്പോൾ ഈ താഴത്തെ വീടിൻ്റെ നമുക്ക് സ്ഥലം തന്ന വീടിൻ്റെ അടുത്ത് വന്നപ്പോൾ സണ്ണി എന്നോട് പറഞ്ഞു, തങ്ങച്ചേട്ടാ രാത്രിക്ക് ഒരു വണ്ടി കയറി പോകുന്ന കണ്ടിരുന്നു, എന്നാണെന്നറിയാവോ? ഞാൻ പറഞ്ഞു അറിയത്തില്ല, ഞാൻ വന്നില്ലല്ലോ ഇങ്ങോട്ട്. അത് വണ്ടി കയറി പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. വന്ന് നോക്കുമ്പോൾ ഒരു മിറ്റിലൂടെ ഒപ്പുണ്ട് അവിടെ. ഇന്നും അറിയത്തില്ല ആരാ കൊണ്ടിട്ടത്. ഇങ്ങനെ മിറ്റലായി, മണലായി, കമ്പിയായി, സിമെൻ്റായി, സാധനങ്ങളെല്ലാം സമയാസമയങ്ങളിൽ കർത്താവ് ആരുടെയെങ്കിലും എത്തിച്ച് 60 ലക്ഷം രൂപ ചിലവായി വീടിന്. 6 പൈസ എൻ്റെ ഇല്ലായിരുന്നു, 6 പൈസ. ചുരുക്കത്തിൽ ഇതിന് ആദ്യം ഈ മുറ്റം കെട്ടാനായിട്ട് വാനം മാന്തുമ്പോൾ, ഞാനാ വന്ന് വാനം മാന്തുന്ന, കൂലി കൊടുക്കാൻ പൈസയില്ല. വന്ന് വാനം മാന്തി തിരിച്ചു പോകുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ നാളെ കമുകൊക്കെ മുറിച്ചു. ആദ്യം കമുക് മഹാഗണിയായിരുന്നു, മഹാഗണിയൊക്കെ മുറിച്ചു. നാളെ വാനം മാന്തുമ്പോൾ വലിച്ച് കെട്ടാനൊരു ചരട് വേണമല്ലോ. ഞാനങ്ങനെ തിരിച്ചു പോവുകയാണ്. എങ്ങനെ കയറ് മേടിക്കും? 2 കൊട്ട വേണം, അതെങ്ങനെ മേടിക്കും? ഇവിടുന്ന് താഴോട്ടിറങ്ങി ചെല്ലുമ്പോൾ ഒരു കടയിൽ നിന്നൊരു മനുഷ്യൻ റോഡിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, തങ്ങച്ചേട്ടാ രാവിലെ പള്ളി വന്നപ്പോൾ ഞാൻ തരാൻ കൊണ്ടുവന്നതാണ് ഒരു അന്നേരം മറന്നുപോയി, വേറെ എന്തോ വർത്താനം പറഞ്ഞ് പോകുന്നു പറഞ്ഞിട്ട് 500 രൂപ എടുത്ത് തന്നു. ആ 500 രൂപ കൊണ്ട് പോയി കയറ് വാങ്ങി. കയറിൻ്റെ പൈസ കച്ചവടക്കാരൻ വാങ്ങിയില്ല. 2 കൊട്ട വേണമെന്ന് പറഞ്ഞ് 1 കൊട്ടയുടെ പൈസ മേടിച്ച് 1 കൊട്ട ഫ്രീ ആയിട്ട് തന്നു. അങ്ങനെ കൂലി കൊടുക്കാൻ പൈസ ഇല്ലാതെ തുടങ്ങിയ പണി 1 വർഷം കഴിഞ്ഞപ്പോൾ 60 ലക്ഷം രൂപ മുടക്കി മനോഹരമായിട്ട് ഈശോ പണിത് തന്നു. എവിടെ നിന്നൊക്കെയാണ് തന്നത്, ആരൊക്കെയാണ് തന്നത്, പലതും കണക്ക് പോലുമില്ല. 50 ചാക്ക് സിമെൻറ്റ് കൊടുക്കാൻ കടയിൽ വിളിച്ച് പറയുന്ന ആരാണെന്ന് അങ്ങേര് പറയുന്നില്ല. ആരാ വിളിച്ച് പറയുന്നത് ആരാണെന്ന് അറിയത്തില്ല. ഒരാളിങ്ങനെ പറഞ്ഞു, പക്ഷെ അങ്ങേർക്ക് അറിയാം, പൈസ ഇട്ടുണ്ടല്ലേ, പക്ഷെ പറയണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴൊക്കെ നമ്മൾ 2 കൈയും പിടുത്തം വിട്ട് തമ്പുരാനെ വിളിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. ഇറങ്ങി വന്ന് ശരിക്ക് അതാണ് ഈ 18 വർഷത്തെ ശുശ്രൂഷയ്ക്കിടയിൽ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ കർത്താവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാഞ്ഞങ്ങാട് 2003 കാഞ്ഞങ്ങാട് ആശ്രമത്തിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവിടെ അരിയില്ല. 50 കിലോ അരി വേണം ഒരു നേരത്തെ ഭക്ഷണത്തിന്. കാരണം അന്ന് ധ്യാനം നടക്കുകയാണ്, ധ്യാനത്തിൻ്റെ ആൾക്കാരുണ്ട്, ആശ്രമത്തിലെ 300 മക്കളുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്നൊരു കാര്യം, അരി ഇല്ലെങ്കിൽ പോലും വെള്ളം അടുപ്പത്തിട്ട് തീ കത്തിച്ചുകൊണ്ടിരിക്കും, വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ആരെങ്കിലും അരി കൊണ്ടുതരും. അന്ന് വെള്ളം തിളച്ചു, പക്ഷേ അരി വന്നില്ല. ഉടനെ ധ്യാന സ്ഥലത്ത് അച്ഛൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന മനുഷ്യൻ ഒരു തുണ്ട് കടലാസ് എഴുതി അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്തു. അച്ഛാ 16 കിലോ അരിയേ ഉള്ളൂ, 50 കിലോ അരി വേണം, വെള്ളം തിളച്ചു, അരി വന്നിട്ടില്ല. അച്ഛൻ അതിങ്ങനെ ഉയർത്തി വായിച്ചു, ധ്യാനക്കാരെല്ലാവരും കേൾക്കുക വായിച്ചു. അരിയില്ലെന്നാണ് പറയുന്നത്, 16 കിലോ അരിയേ ഉള്ളൂ, ഇനി നമുക്ക് അരി മേടിക്കാൻ പോകാനൊന്നും സമയമില്ല, പൈസയില്ല, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, കർത്താവ് എന്തെങ്കിലും ചെയ്യും. തോമസപ്പം പോയിട്ട് അരി കഴുകി അതിനകത്ത് കുരിശ് വരച്ചാൽ കിട്ടോളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് കർത്താവ് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞു വിട്ടു. അദ്ദേഹം പോയി അരി കഴുകി കൈയുടെ വിരൽ കൊണ്ട് കുരിശ് വരച്ച് അരി ഈ 50 കിലോ അരി വേകുന്ന ചെമ്പിലേക്ക് ഇട്ടു. അരി വെന്ത് വന്നപ്പോൾ ഈ 16 കിലോ അരി ചെമ്പ് നിറഞ്ഞ് മുകളിലിങ്ങനെ കൂമ്പാരം ചോറ് മുകളിൽ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീഴാൻ തുടങ്ങി. അദ്ദേഹം ഓടി വന്ന് പറഞ്ഞു, അച്ഛാ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല, വന്ന് കാണാൻ പറഞ്ഞു. ധ്യാനക്കാരെല്ലാവരും കൂടെ വന്നു നോക്കുമ്പോൾ ഇതാണ് സംഭവം. വലിയ തികഞ്ഞ ആണുങ്ങൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുന്നത് കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം 16 കിലോ അരി കൊണ്ട് 50 കിലോ അരിയുടെ ചെമ്പ് നിറഞ്ഞ് തുളുമ്പി മറിയുക. 2 പെരുവയിൽ താമസിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഞങ്ങൾ തെരുവിലേക്ക് ഭക്ഷണം കൊണ്ട് പോകുന്നുണ്ട്. ഒരു ദിവസം അന്ന് അടുക്കളയിൽ ശുശ്രൂഷ ചെയ്യുന്ന നമ്മൾ പറഞ്ഞു, ചാച്ചാ ഇന്നലെ ആ പെണ്ണുങ്ങൾ കൊണ്ടുതന്ന അരിയേ ഉള്ളൂ, എത്രയാണെന്ന് അറിയത്തില്ല, ഒരു പ്ലാസ്റ്റിക് ഒരെണ്ണത്തിൽ ഇന്നലെ ഒരു സ്ത്രീ കുറച്ച് അരി കൊണ്ട് കൊടുത്തായിരുന്നു. അരിയുള്ളൂ, നമ്മളിന്ന് റോഡിലേക്ക് ചോറ് കൊണ്ടുപോകണ്ടല്ലേ. ഞാൻ പറഞ്ഞു, ലീലേ ആ അരി ഇട്ട് നീ വെക്ക്, റോഡിലേക്ക് കൊടുക്കാം, റോഡിലേക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ള നമുക്ക് കഴിക്കാം. അങ്ങനെ ലീല റോഡിലേക്ക് ഈ അരി ഇട്ടു. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് റോഡിലേക്ക് കൊണ്ടുപോയി തിരിച്ചു വന്ന് ഞങ്ങളെല്ലാവരും കഴിച്ചു. പിന്നെ വൈകുന്നേരത്തേക്ക് ചോറ് വേണമല്ലോ. ഞാൻ അവിടെ ഒരു കടയിൽ ചെന്ന് ഇങ്ങനെ അവലാതി പറഞ്ഞു ഒരു 25 കിലോ അരി കടം മേടിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ച്. പിന്നെ എൻ്റെ അങ്കലാപ്പ് തീർന്നല്ലോ, അരിയുണ്ടല്ലോ. വൈകുന്നേരം ഇവിടെ ചോറ് വിളമ്പി കൊണ്ടു തന്ന് കഴിച്ചു. അരിയുടെ കാര്യമൊന്നും ചോദിച്ചില്ല.
പിറ്റേ ദിവസം രാവിലെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, പറഞ്ഞു, ചാച്ചാ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട്, പശുവിന് കൊടുക്കട്ടെ? ഞാൻ പറഞ്ഞു, അങ്ങനെ ഇല്ലല്ലേ പശുവിന് കൊടുക്കുന്നത്, അത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് കഴുകി തിളച്ച വെള്ളത്തിലിട്ടിട്ട് എനിക്ക് തരാം, ഞാൻ കഴിച്ചോളാം. അന്നേരം ഇവൾ പറഞ്ഞു, ഒരാൾക്ക് കഴിക്കാനുള്ള അരി ചോറല്ല, കുറേ ചോറുണ്ട്. ഞാൻ പറഞ്ഞു, നീ അരി മുഴുക്കിട്ട് വെച്ചോ? ഇല്ല ചാച്ച, ഇന്നലെ രാവിലെ ഇട്ട് വെച്ച അരിയാണ്. ഒരു കിറ്റ് വേണം. ഒരു കിറ്റ് അരി ചാച്ചൻ കൊണ്ടുവന്ന് കെട്ടഴിച്ചിട്ടില്ലെന്ന് രാവിലെ ഇട്ട അരിയാണ്, ചോറ് തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, ലീല 1 മണി ചോറ് പോലും കളയരുത്, ഈശോ തന്നാണ്. അത് കഴുകിയിട്ട് തിളച്ച വെള്ളത്തിലോട്ട് ഊറ്റാൻ പറഞ്ഞ് അങ്ങനെ തിളച്ച വെള്ളത്തിലോട്ട് ഊറ്റി ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും കഴിച്ചു. 2. ഇനി മൂന്നാമതൊരു കാര്യം, അതിനൊക്കെ മുമ്പ് സംഭവിച്ചൊരു കാര്യം, കണ്ണൂർ ജില്ലയിൽ പുറവയലിലെ ഇതുപോലെ തെരുവിലെ മക്കൾക്ക് വേണ്ടി സ്നേഹപൂരം നടത്തുക. ഞങ്ങൾ മൊത്തം 100 പേർക്കുള്ള ഭക്ഷണമാണ് ക്രമീകരിച്ചത്. ഞങ്ങൾ നെല്ലിക്കാമ്പോൽ ഫൊറാനയിലുള്ള എല്ലാ പള്ളികളിലും ചെന്ന് അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും പറഞ്ഞു, ഇങ്ങനെ സ്നേഹപൂരം നടത്തുന്നുണ്ട്. അച്ഛന്മാർ പള്ളിയിൽ വിളിച്ച് പറഞ്ഞു, പ്രാർത്ഥനാ സഹായം ചോദിച്ചാണ്. അപ്പോൾ അച്ഛന്മാർ പള്ളിയിൽ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. അച്ഛന്മാർ വിളിച്ച് പറഞ്ഞു, ഇത് കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് പേര് വന്നുകൂടി. ചുരുക്കത്തിൽ 600 പേര് മൊത്തം അവിടെ വന്നു. 600 പേര് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഓഡിറ്റോറിയത്തിന് പുറത്ത് നിൽക്കുന്നവരെ എനിക്ക് കാണത്തില്ലല്ലോ, ഇതിനുള്ളിലുള്ളവരുള്ളത് എൻ്റെ ചിന്ത. ആരും ഭക്ഷണം കഴിക്കാതെ പോകരുത്, എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഞാനിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കൂടെ. ഭിക്ഷാടകരും നമ്മൾ ഇടകലർന്നിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. 50 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ആകെ കരുതിയുള്ളൂ. കാരണം ഒരു ഏറി വന്നാൽ 50 പേരെ വരത്തുള്ളൂ റോഡിൽ നിന്ന്. നമ്മളൊരു 50 പേര്, അങ്ങനെ 100 പേർക്കുള്ള. അപ്പോൾ 2 ട്രിപ്പ് ഇരിക്കാം. അതിൽ ആദ്യത്തെ ട്രിപ്പ് 50 പേരിരുന്നു. ചോറും ഒക്കെ കറിയൊക്കെ വിളമ്പി. ചോറും കറിയെല്ലാം പകുതിയായി. ഒരു കല്ലുറുമ്പ റോസമ്മ എന്ന് പറഞ്ഞൊരു സഹോദരി ഇവളെ വിളിച്ച് പറഞ്ഞു, റോസേച്ചി ഞാൻ അവിടെ നിന്ന് എല്ലാവരും കഴിച്ചിട്ടേ പോകാമെന്ന് പറയുന്നുണ്ട്. ജനം ഒരുപാട് നിൽക്കുക, ചോറും കറിയൊക്കെ പകുതിയായി. നമുക്ക് ചെമ്പടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം, ചോറ് എന്നാലും വെക്കാം, കറിക്കാൻ എന്ത് ചെയ്യും? ഇവൾ തന്നെ ഒരു മാർഗ്ഗം കണ്ടെത്തി. ക്രിസ്മസ് അല്ല, എല്ലാ വീട്ടിലും കറിയൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാ വീടുകളിലും പോയി പാത്രം കൊണ്ട് പോയി മേടിക്കാമെന്ന് പറഞ്ഞ് സമാധാനപ്പെട്ടു. ഇവളെ പറഞ്ഞു, റോസമ്മേ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പറ്റ കർത്താവ് മരിച്ചു പോട്ടൊന്നുമില്ല, കർത്താവ് എന്തെങ്കിലും പ്രവർത്തിക്കും, നീ അനങ്ങാതിരിക്കാൻ പറഞ്ഞു. എനിക്കിപ്പോഴും തോന്നുന്നത് ഇവൾ വിശ്വസിച്ച് പറഞ്ഞാണോ അന്നേരത്തെ ഒരു മുട്ടുശാന്തിക്ക് പറഞ്ഞാണോ എനിക്കറിയത്തില്ല. പക്ഷേ രണ്ടാമത്തെ ട്രിപ്പ് 50 പേര് ഇരുന്ന് വിളമ്പി, ചോറ് കുറയുന്നില്ല. 3 വിളമ്പി, 4 വിളമ്പി, 5 വിളമ്പി, 6 വിളമ്പി. 600 പേരും തിന്നിട്ടും ആദ്യം വിളമ്പിയപ്പോൾ എത്ര ചോറ് മിച്ചമുള്ളൂ അത്രയും ചോറ് അവിടെ ഉണ്ട്. ഉടനെ നെല്ലിപ്പാറ ആശ്രമത്തിലേക്ക് വിളിച്ചു. കുറേ ഭക്ഷണം മിച്ചമുണ്ട്. മിച്ചം വന്ന ഭക്ഷണം നമ്മൾ ഒരിക്കലും എടുക്കാറില്ല. ഒരു വിവാഹ പാർട്ടി നടന്നു, കുറേ ഭക്ഷണം മിച്ചം വന്നു, എന്നിട്ട് നമ്മൾ വിളിച്ചാൽ ഞാൻ പറയും കൊണ്ടുവരണ്ട. മിച്ചം പണ്ട് വിരച്ചത്തിന് മിച്ചം തിന്നതാണ്, ഇനി മിച്ചം കൊടുക്കുന്ന ശൈലി നമുക്കില്ല. അപ്പോൾ ഞാനെങ്ങനെ വിളിച്ച് പറയും ഭക്ഷണം മിച്ചമുണ്ടെന്ന്? എന്നിട്ട് ഞാനിങ്ങനെ മിച്ചമെന്ന് പറയാതെ കുറച്ച് ബാലൻസ് വന്നു എന്ന് പറഞ്ഞു, ഒരു മയപ്പെടുത്തി. അപ്പോൾ അന്ന് ചാർജിലുള്ള അദ്ദേഹം എന്നോട് പറഞ്ഞു, അത് മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല ചാച്ച, ഇനി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഒരു പിക്കപ്പ് ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, അതിന് നെല്ലിപ്പാറയ്ക്ക് കൊണ്ടുപോയി. നെല്ലിപ്പാറ ചെന്നപ്പോൾ അവിടെ എല്ലാവരും ചെന്നാൽ തീരൂല. ഉടനെ ആശാങ്കവലെ ആശ്രമത്തിൽ ആണുങ്ങളുടെ ആശ്രമം അങ്ങോട്ട് വിളിച്ചു. ബേബിച്ചേട്ടൻ പറഞ്ഞു, എനിക്ക് സ്നേഹത്തിന് പോകാൻ പറ്റിയില്ല, അപ്പോൾ ഈശോ ഞങ്ങൾക്ക് വേണ്ടി തന്നെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ 60ഉം അവിടുത്തെ 100 പേർക്ക് വെച്ച വിഭവങ്ങൾ 700 പേര് സമൃദ്ധമായിട്ട് കഴിച്ചു. ഇത്തരം അനുഭവത്തിലൂടെയാണ് ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ ഇന്നും പിടിച്ചു നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങളുടെ ഈ അനുഭവങ്ങൾ തീർച്ചയായിട്ടും മനുഷ്യർക്ക് ഏറെ ഇന്നും വിശ്വാസത്തിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊരു ശക്തമായൊരു സന്ദേശം നൽകിയിട്ടുണ്ട്. ശാലോം പ്രേക്ഷകർക്കും മാത്രമല്ല, അവർ വഴി ഇത് മറ്റു പലരും കേട്ട് ഇത് നവീകരണത്തിൻ്റെ നല്ലൊരു ശക്തി, അതായത് വിശ്വാസത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാം, ദൈവപരിപാലനയിൽ എങ്ങനെ പോകാം എന്ന ബോധ്യം അനേകർക്ക് നൽകുവാനിടയായി. ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾക്ക് 2 പേർക്കും ശാലോം ടിവിയുടെ പേരിൽ പ്രത്യേകം നന്ദി. കണ്ണീരിലും തകർച്ചയിലും വഴി നടത്തുന്ന ദൈവസ്നേഹത്തെ വലിയ വിശ്വാസത്തോടെ ഇവർ പ്രകീർത്തിക്കുന്നു. രോഗികളും ആലംബഹീനരുമായ അനേകർക്ക് ഇവർ കർത്താവിൻ്റെ സ്നേഹം പകർന്നു നൽകുന്നു. ആരോരുമില്ലാത്തവർക്കായി ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിൻ്റെ കരങ്ങളായി ഇവർ പ്രവർത്തിക്കുന്നു. കുരിശിൽ നിന്നൊഴുകുന്ന സ്നേഹത്തിൻ്റെ അരുവി ആശ്വാസമായി ഇവർക്ക് ചാരെ ഒഴുകുന്നു.